Eagle എന്ന് പറയുന്ന PCB ഡിസൈനർ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു PCB ഫയൽ Altium PCB Designer വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു ചോദ്യം എന്നോട് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഉത്തരം പറ്റും എന്ന് മാത്രമല്ല, വളരെ സിമ്പിളാണ്. ഒരുപാട് പേർ, പ്രത്യേകിച്ച് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഈഗിളിൽ നിന്നും Altium PCB ഡിസൈനറിലേക്ക് മാറുകയാണ്. അതിന് റീസണും ഉണ്ട്. Altium PCB ഡിസൈനർ എന്ന് പറയുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. നമ്മുടെ ഹോബി പ്രോജക്ട്സ് ആണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള PCB ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് സർക്യൂട്ട് വരയ്ക്കാനും PCB ഡിസൈൻ ചെയ്യാനും പറ്റുന്ന ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ടൂൾസ് ഉള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഈ Altium PCB ഡിസൈനർ. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല, ഈഗിളിൽ നിന്നും ആൽറ്റിയത്തിലേക്ക് മാറാനുള്ള വേറൊരു റീസൺ എന്ന് പറയുന്നത് ആൽറ്റിയത്തിൻ്റെ Altium 365 എന്ന് പറയുന്ന ഒരു സർവീസാണ്. ഈ ഒരു സർവീസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിനോ അല്ലെങ്കിൽ നമ്മുടെ കോവർക്കേഴ്സിനോ PCB മാനുഫാക്ചറേഴ്സിനോ ഷെയർ ചെയ്യാനും ഒരേ സമയം ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞങ്ങളുടെ പ്രോജക്റ്റെല്ലാം നമ്മുടെ വർക്ക് സ്പേസിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് സ്പേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിൻ്റെ ക്ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ PCB ഡിസൈൻ ചെയ്യാനും പറ്റും. ഇതിൻ്റെ ഫ്രീ ട്രയൽ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ഇനി ഈഗിളിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് എങ്ങനെ Altium PCB ഡിസൈനറിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് Altium PCB ഡിസൈനറാണ്. ഓക്കെ, അതുപോലെ നമുക്ക് ഒരു ഈഗിളിൻ്റെ സേവ്ഡ് ഫയലും വേണം. ഞാനിപ്പോൾ ഈഗിൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ നമുക്ക് ആദ്യം ക്രോമിൽ പോകാം. എന്നിട്ട് നമുക്ക് ഓർഡിനോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാം. ഓക്കെ, ഓർഡിനോ ഹാർഡ്വെയർ. ഇനി നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴെ വന്നിട്ട് ഓർഡിനോ യൂനോ R3 സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിൽ സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈഗിൾ ഫയൽസ് അവൈലബിൾ ആണല്ലേ. നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷനിൽ പോയിട്ട് ഈ ഒരു ഫയലിനെ കോപ്പി ചെയ്ത് വേറൊരു ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു ഫോൾഡറിനകത്ത് പോവാം. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം എന്തെല്ലാം ഫയൽസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഫയലുണ്ടല്ലേ. ഒരു BRD ഫയലുണ്ട്, ഒരു SCH ഫയലും ഉണ്ട്. സാധാരണ ഈഗിൾ അതിൻ്റെ സ്കീമാറ്റിക്സ് എക്സ്പോർട്ട് ചെയ്യുന്നത് .sch ഫയലിനും അതുപോലെ PCB ഫയൽ എക്സ്പോർട്ട് ചെയ്യുന്നത് .brd ഫോർമാറ്റിലാണ്. നമുക്ക് ഈ രണ്ട് ഫയൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ തിരിച്ച് ആൽറ്റിയത്തിലേക്ക് പോകാം. ഓക്കെ, എന്നിട്ട് ഫയലിനകത്ത് ഇമ്പോർട്ട് വിസാർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് താഴെ ഈഗിൾ പ്രോജക്ട്സ് ആൻഡ് ഡിസൈൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തെ നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജ് വരും. ഇവിടെയാണ് നമ്മൾ ഈഗിളിൻ്റെ ഡിസൈൻ ഫയൽസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെ താഴെ ആഡ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടല്ലേ. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത രണ്ട് ഫയൽസ് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇവിടെയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫയൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലൈബ്രറി ഫയൽസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ലൈബ്രറി ഫയൽസ് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഡെമോ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി ഈ ഒരു വിൻഡോയിൽ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത PCB ഫയലിൻ്റെ എല്ലാ ലെയർ ഇൻഫർമേഷനും കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ലെയർ സെലക്ട് ചെയ്യാനും ഡീസെലക്ട് ചെയ്യാനും പറ്റും. സിംപ്ലി ആ ഒരു ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, തൽക്കാലം ഞാൻ ഇതിൽ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തുന്നില്ല. ഞാൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. തൽക്കാലം ഞാനിവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. സോ ബേസിക്കലി നമുക്കൊരു സ്കീമാറ്റിക് ഫയലും ഉണ്ട്, PCB ഫയലും ഉണ്ടല്ലേ. സോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത SCH ഫയലിനെ SCH doc എന്ന് പറയുന്ന ഫയലാക്കി കൺവേർട്ട് ചെയ്ത് സേവ് ചെയ്യുകയും അതുപോലെ BRD ഫയലിനെ PCB doc എന്ന എക്സ്റ്റൻഷനുള്ള ഒരു ഫയലാക്കി സേവ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഈ ഇമ്പോർട്ടർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഇത് ഏത് ഡയറക്ടറിയിൽ സേവ് ചെയ്യണം എന്നുള്ളതാണ് മുകളിൽ ഔട്ട്പുട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്. സോ തൽക്കാലം ഞാൻ ഇതിനകത്ത് മോഡിഫിക്കേഷൻ ഒന്നും വരുത്തുന്നില്ല. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത രണ്ട് ഫയൽസ് ഈ ഒരു ഇമ്പോർട്ടർ അനലൈസ് ചെയ്യുകയും അതുപോലെ നമ്മുടെ ഈ സേവ് ഫയൽസ് എല്ലാം Altium സേവ് ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുകയാണ്.
ഇനി ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഒക്ടോപാർട്ട് എന്ന് പറയുന്നത്. ഒക്ടോപാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് സെർച്ച് എഞ്ചിനാണ്. നിങ്ങളുടെ പ്രോജക്റ്റിന് ആവശ്യമുള്ള കമ്പോണൻസ് എവിടെ കിട്ടും, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, അവൈലബിലിറ്റി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്ടോപാർട്ട് എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. മാത്രമല്ല നമ്മുടെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ്, ഇന്ന ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആയിരിക്കണം, ഇന്ന ഇമ്പിഡൻസ് വേണം, ഇന്ന ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വേണം, ഇന്ന ഇൻപുട്ട് ഇമ്പിഡൻസ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസ് കണ്ടുപിടിക്കാനും പറ്റും. ഈ ഒക്ടോപാർട്ട് എന്ന് പറയുന്നത് 100% ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങളുടെ പ്രോജക്റ്റിന് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗായ്സ്, നമ്മുടെ ഇമ്പോർട്ട് വിസാർഡ് അതിൻ്റെ ടാസ്ക് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, മുകളിൽ 2 പുതിയ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട് അല്ലേ. ഒരു സ്കീമാറ്റിക്സ് ഫയലും ഒരു PCB ഡോക്ക് ഫയലും. നമ്മളിപ്പോൾ കാണുന്നത് സ്കീമാറ്റിക് ഫയലാണ്. ഈ ഒരു ഡിസൈൻ ഫയൽ നമ്മൾ ഒറിജിനൽ ഡിസൈൻ ഫയൽ ഈഗിൾ ഡിസൈൻ ഫയലുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എല്ലാ കമ്പോണൻസും എല്ലാ ഇൻ്റർ കണക്ഷൻസും ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടിംഗ് കമ്പോണൻസും അതിലേക്കുള്ള കണക്ഷൻസും എല്ലാം ഇൻടാക്റ്റ് ആയിരിക്കും. ഇനി PCB ഫയൽ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, നമ്മുടെ PCB എല്ലാ റൗട്ടിങ്ങും കംപ്ലീറ്റ് ആയിട്ടുള്ള ഫൈനൽ PCB ഡിസൈനും ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ 3D വേർഷൻ വേണമെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു 3D വ്യൂ നോക്കുകയാണെങ്കിൽ എല്ലാ കമ്പോണൻസും ബോർഡിൻ്റെ റൗട്ടിങ്ങും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ അറിയാൻ പറ്റും അല്ലേ, എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈഗിൾ PCB ഡിസൈൻ ഫയലിനെ ആൽറ്റിയത്തിലേക്ക് കൊണ്ടുവരുന്നതും അതിൽ നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നതും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു അല്ലേ. സോ ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ആൽറ്റിയം PCB ഡിസൈനർ ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളുടെ വർക്ക് സ്പേസിൽ നിന്നും എല്ലാ പ്രോജക്റ്റും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.